നമസ്കാരം. പ്രൈം ടൈമിലേക്ക് ഞാൻ ഉന്മേഷ് ശിവരാമൻ. കോട്ടയം ജില്ലയിൽ അപകട മരണ നിരക്കിൽ വൻ വർധന എന്ന് കണക്കുകൾ. 2023 270 പേരും 2024 264 പേരും വാഹനാപകടത്തിൽ മരിച്ചു. ഈ വർഷം 2 മാസത്തിനിടെ 42 പേർ മരിച്ചു. ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ മുന്നറിയിപ്പ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. 2 വർഷങ്ങളിലായിട്ട് റോഡ് ആക്സിഡന്റിൽ അപകട മരണങ്ങൾ ഒരുപാട് കൂടുതലാണ്. 2023 ഏകദേശം 270-ലധികം, 2024 അത് 264 ഈ വർഷം ഫെബ്രുവരി 28 വരെയുള്ള കണക്ക് പ്രകാരം 42 അപകട മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൊതുജനങ്ങളിലേക്ക് ഒരു അവബോധം കൂടി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള നിലയിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഭീകരത മനസ്സിലാവും. ആൾക്കാർ കൂടുതൽ ജാഗരൂകരായിട്ട് വാഹനം ഓടിക്കുക, വാഹന നിയമങ്ങൾ പാലിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. 2023 നമ്മൾ 7000-ഓളം ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് കേസുകളാണ് ഡിറ്റക്ട് ചെയ്തത്. 2024 ആയപ്പോൾ നമ്മൾ നേരെ ഇരട്ടി 15,000-ഓളം ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് കേസുകൾ ഡിറ്റക്ട് ചെയ്തു. ഈ വർഷം അത് 2 മാസം കൊണ്ട് തന്നെ ഏതാണ്ട് 3700-ഓളം ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസുകൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ടോബി ജോൺസണുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ടോബി, ഈ അപകട കണക്കുകൾ അത് വർദ്ധിക്കുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? ടോബി. ഉന്മേഷ്, നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും കോട്ടയത്ത് ഒരു അപകടം നടന്ന് ഒരാൾ മരിച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായിട്ട് കോട്ടയം ജില്ലയിൽ ഉണ്ടാവുകയാണ്. അതിന്റെ ഒരു എണ്ണം നോക്കുകയാണെങ്കിൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമായി ജില്ലാ പോലീസ് മേധാവി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കണക്കുകൾ പ്രകാരമാണെങ്കിൽ 2023 270-ലധികം ആളുകളാണ് ഈ ബൈക്ക് അപകടത്തിൽ, വാഹനാപകടത്തിൽ മരിച്ചത്. അതോടൊപ്പം തന്നെ 2024 കണക്കുകൾ നോക്കുകയാണെങ്കിൽ 264 പേർ മരിച്ചു. ഒപ്പം തന്നെ ഈ വർഷം തുടങ്ങി ഇപ്പോൾ 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ഫെബ്രുവരി 28 വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ 42 പേർ മരിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം തന്നെയായിട്ടാണ് ഇതിനെ കാണുന്നത്. അതിൽ ഈ 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള 9 പേർ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഭയപ്പെടുത്തുന്ന കണക്ക്. എന്തായാലും ഇതിനുള്ളൊരു കാരണമായി പറയുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നതുമാണ് ഇതിന് കാരണമായി ഈ ജില്ലാ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പോലീസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള കേസുകളുടെ എണ്ണത്തിലും വലിയ വർധനവ് കോട്ടയത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസ് മേധാവി പറയുന്നത്. 2023 7000 കേസുകളാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് എടുത്തതെങ്കിൽ അത് അടുത്ത വർഷം 2024 ആകുമ്പോൾ 15,000-ന് മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട്. 2025 ആകുമ്പോൾ ഈ 2 മാസം കൊണ്ട് അത് 3700-ആയി വർദ്ധിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു വർധനവ് ആ കണക്കുകളിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ദൃശ്യം കൂടി ഇപ്പോൾ ജില്ലാ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ദിലീഷ് പോത്തൻ അടക്കമുള്ളവർ അഭിനയിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലുള്ളൊരു ബോധവൽക്കരണത്തിലേക്ക് കൂടി ഇറങ്ങിയിരിക്കുന്നത്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ എടുത്ത കേസുകളുടെ എണ്ണത്തിലും വർധനയുണ്ട്. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ ആ വീഡിയോയിലേക്കാണ് ഇനി. ഇത് നമ്മുടെ കോട്ടയം ജില്ലയിലെ മാത്രം കണക്കാണ്. ഈ കണക്കുകളിൽ നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ഉൾപ്പെടാതിരിക്കാൻ നമുക്ക് റോഡ് നിയമങ്ങൾ കർശനമായി പാലിക്കാം. ഇടതുമുന്നണിയെ 3ാം തവണയും പിണറായി വിജയൻ നയിക്കണമെന്ന CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ 24-നോട്. കേന്ദ്ര സർക്കാരും UDF-ഉം സംസ്ഥാനത്തോട് അനീതിയും വഞ്ചനയും കാണിക്കുമ്പോൾ ആ പ്രതിസന്ധി നേരിടാൻ പിണറായി വിജയനെ പോലെ ശക്തനായ ഭരണാധികാരി വേണം എന്ന വികാരമാണ് ജനങ്ങൾക്കുള്ളതെന്നും AK ബാലൻ 24-നോട് പറഞ്ഞു. 24 ബിഗ് ബ്രേക്ക്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ LDF-നെ നയിക്കുമോ എന്ന ചോദ്യത്തിന് തന്ത്രപരമായ മറുപടിയാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ നൽകുന്നത്. ജനങ്ങളുടെ ആഗ്രഹം നിലയ്ക്കാണ് പിണറായി തന്നെ നയിക്കണമെന്ന ആവശ്യം AK ബാലൻ മുന്നോട്ട് വെക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 3ാമതും പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ഗവൺമെന്റ് വരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വരണം. ഇത് പൊതുവിലുള്ള ഒരു ധാരണയാണ്. 2016 പിണറായി ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നതിന് 6 കൊല്ലം മുമ്പ് തന്നെ അദ്ദേഹത്തെ പോലൊരു ശക്തനായ ഭരണാധിപനെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയതാണ്. ജനങ്ങളുടെ ആഗ്രഹം പിന്നീട് പാർട്ടി നിറവേറ്റിയെന്നും AK ബാലൻ പറയുന്നു. ഇപ്പോൾ 2016 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്
പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റാണല്ലോ അധികാരത്തിൽ വന്നത്. അതിന് 6 വർഷം മുമ്പേ ജനങ്ങളുടെ ഇടയിലുള്ളൊരു പ്രചരണം, എൻ്റെ അഭിപ്രായമല്ല, പിണറായി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് വരണമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ജനവികാരത്തിനനുസരിച്ച് തന്നെ പാർട്ടിയുടെ ഒരു തീരുമാനമുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെയും UDFന്റെയും നിലപാട് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ പിണറായി തന്നെ വേണമെന്നാണ് ജനങ്ങൾ കാണുന്നതെന്ന് AK ബാലൻ പറയുന്നു. രണ്ടാം പിണറായി ഗവൺമെൻറ്റിനോട് കേന്ദ്ര ഗവൺമെൻറ്റും ഇവിടെയുള്ള UDFും കാട്ടുന്ന അനീതിയാണ്, വഞ്ചനയാണ്. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ കേരളത്തെ സംരക്ഷിക്കാൻ ശക്തനായിട്ടുള്ളൊരു ഭരണാധികാരി വേണം എന്നുള്ള സന്ദേശമാണ് ജനങ്ങളുടെ മനസ്സിൽ രൂപം കൊള്ളുന്നത്. പിണറായി വിജയൻ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി നയിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് AK ബാലന്റെ ഈ പ്രതികരണങ്ങൾ. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പ്രായപരിധി ഇളവ് ഒരാൾക്ക് വേണ്ടിയെന്നത് ദുർവ്യാഖ്യാനം എന്ന CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. കാലഘട്ടത്തിന്റെ ആവശ്യം അനുസരിച്ചാണ് നയങ്ങളും അടവ് നയങ്ങളും സ്വീകരിക്കുക. അടുത്ത തിരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ നയിക്കുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ക്യാപ്റ്റൻ നയിക്കുകയല്ലേ എന്നായിരുന്നു EP ജയരാജന്റെ മറുപടി. അത് ഒരാൾക്ക് വേണ്ടി എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ദുർവ്യാഖ്യാനമാണ്. പാർട്ടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. പാർട്ടിയിൽ വളരെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന പല തീരുമാനങ്ങളുമുണ്ട്. അതുകൊണ്ടിത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കേഡർ പാർട്ടി എന്ന് പറയുന്നതും ഈ നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന വ്യാഖ്യാനവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യകതക്കനുസരിച്ച് ആകെ രാഷ്ട്രീയത്തെ നിരീക്ഷിച്ചുകൊണ്ട് പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഉയർന്നു വരാൻ വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള നയങ്ങളും അടവുപരമായ നിലപാടുകളും സ്വീകരിക്കും. ഇപ്പോൾ ക്യാപ്റ്റൻ നയിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? CPIM സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊല്ലത്ത് കൊടിയേറും. സംസ്ഥാനത്തെ 5.5 ലക്ഷത്തിലേറെ പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 486 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. 3 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തുന്ന രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശ്രീജിത്ത് ഇപ്പോൾ കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ ഒട്ടേറെ ചർച്ചകൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ആർക്കൊക്കെ ഇളവ്, പ്രായപരിധി നിബന്ധന കർശനമാക്കുമോ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും CPIMന്റെ സംസ്ഥാന സമ്മേളനത്തെ ശ്രദ്ധേയമാക്കുക ഇക്കുറി? ശ്രീജിത്ത്. ഉന്മേഷ്, CPIMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള CPIMന്റെ സംസ്ഥാന സമ്മേളനത്തിനാണ് നാളെ കൊല്ലത്ത് തുടക്കമാകുന്നത്. കൊല്ലത്ത് ആശ്രമം മൈതാനിയിലാണ് പൊതുസമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളനം നടക്കുന്ന നഗരിയിൽ ഈ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നാളെ വൈകുന്നേരം പതാക ഉയർത്തും. അതോടുകൂടിയാണ് സമ്മേളനത്തിന് ഔപചാരികമായ തുടക്കം കുറിക്കാൻ പോകുന്നത്. മറ്റന്നാൾ രാവിലെയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. പ്രതിനിധി സമ്മേളനം CPIMന്റെ പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ഉന്മേഷ് സൂചിപ്പിച്ച പോലെ നിരവധി വിഷയങ്ങൾ CPIM സമ്മേളനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വളരെ സജീവമാണ്. എന്നാൽ ഈ സമ്മേളനത്തെ ശ്രദ്ധേയമാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന നവകേരള കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട പുതിയ രേഖയാണ്. നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന പേരിലുള്ള രേഖ അവതരിപ്പിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എറണാകുളം സമ്മേളനത്തിലും നവകേരള കാഴ്ചപ്പാട് എന്ന പേരിൽ ഒരു രേഖ അവതരിപ്പിച്ചിരുന്നു. ആ രേഖയിലാണ് ഇപ്പോൾ ഏറ്റവും വിവാദമായതും സജീവമായ ചർച്ചയ്ക്ക് ഇട നൽകുന്നതുമായ സ്വകാര്യ സർവകലാശാല അനുവദിക്കാമെന്ന നിർദ്ദേശം കടന്നു വന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ CPIMന്റെ പ്രഖ്യാപനങ്ങളും നയംമാറ്റത്തിന്റെ സൂചന നൽകുന്ന തീരുമാനങ്ങളും ഈ രേഖയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ 3 വർഷക്കാലത്തെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടും അവതരിപ്പിക്കും. അതിനുമേൽ നടക്കുന്ന ചർച്ചയും വളരെ നിർണായകമാണ്. രണ്ടാം പിണറായി സർക്കാരിന് എത്ര മാർക്കാണ് ഈ ചർച്ചയിൽ പ്രതിനിധികൾ കൊടുക്കാൻ പോകുന്നത് എന്നതും ഒരു പ്രധാനപ്പെട്ട ചർച്ചയായി മാറും. അതോടൊപ്പം തന്നെ കൊൽക്കത്ത പ്ലീനം നിശ്ചയിച്ച തീരുമാനങ്ങൾ എത്രമാത്രം നടപ്പിലാക്കി, ഒപ്പം തന്നെ എറണാകുളം സമ്മേളനം ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ എത്രമാത്രം ഫലപ്രദമായി നടപ്പിലാക്കി തുടങ്ങിയ വിലയിരുത്തലുകളും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി നടക്കും. എന്തായാലും CPIMന്റെ സമ്മേളനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു, അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തരത്തിലുള്ള ഒരു ദിശാമാറ്റമാണ്, നയത്തിലുള്ള ഇളവുകളാണ് CPIM പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നതാണ്. വിവിധ വിഷയങ്ങളിലുള്ള പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. റോഡപകടങ്ങൾ സംബന്ധിച്ച് കോട്ടയത്തു നിന്നുള്ള വാർത്ത നമ്മൾ നൽകിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ മിനി ബാബു പറയുന്ന റോഡപകടത്തിന്റെ കണക്ക് പുറത്തുവിട്ടിട്ട് കാര്യമുണ്ടോ, അത് തടയാനുള്ള നടപടിയല്ലേ സ്വീകരിക്കുന്നുള്ളതാണ്. ബോധവൽക്കരണ വീഡിയോ അടക്കം പോലീസ് പുറത്തുവിടുന്നത് അത് തടയാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി കേസിൽ പ്രതി ക്രിസ്ത്യൻ മിഷേലിന് ED കേസിൽ ജാമ്യം. ഡൽഹി ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിനീത വിജിയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വിനീത, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ?
ഉന്മേഷ്, അഗസ്ത വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി കേസിലെ പ്രതി ക്രിസ്ത്യൻ മിഷേലിന് ED കേസിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ദില്ലി ഹൈക്കോടതിയാണ് മിഷേലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് സ്വർണ്ണകാന്ത ശർമ്മയാണ് ഈ ജാമ്യം അനുവദിച്ചത്. നേരത്തെ തന്നെ ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട CBI കേസിലും സുപ്രീം കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ED കേസിലും ജാമ്യം ലഭിക്കുന്നത്. 7 വർഷം കഴിഞ്ഞിട്ടും ഈ വിചാരണ നീളുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു സുപ്രീം കോടതി ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നാലെയാണ് ഇപ്പോൾ ED കേസിലും ഈ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് കള്ളപ്പണം ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേസിൽ ED അന്വേഷിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ജാമ്യം കൂടി ലഭിച്ചിരിക്കുന്നത്. ഉന്മേഷ്, വിനീത വിജയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ആശാ വർക്കേഴ്സിന്റെ സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വരുന്നുണ്ട്. ആശമാരുടെ സമരം തീർപ്പാക്കാൻ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകണമെന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പൗടിക്കോണം കൃഷ്ണൻ നായർ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനിടെ അവിടുത്തെ ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഇക്കാര്യം ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടത്. ഈ സമരം ഒത്തീർപ്പാക്കണം എന്നുള്ള നിലപാട് CPI മുന്നോട്ട് വയ്ക്കുന്നു. NSSന് കീഴിലെ സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകണം എന്ന് സുപ്രീം കോടതി. 350ഓളം തസ്തികകൾ സ്ഥിരപ്പെടുത്തണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. 2021 മുതലുള്ള നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാനാണ് നിർദ്ദേശം. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, NSSന് കീഴിലുള്ള സ്കൂളുകളിലെ അധ്യാപകർക്കും അനധ്യാപകർക്കുമുള്ളയുടെയും നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തണം എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. 350-ലധികം തസ്തികകൾ സ്ഥിരപ്പെടുത്താനാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 60 തസ്തികകൾ ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെച്ചതായി NSS മാനേജ്മെന്റ് നേരത്തെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2021 മുതലുള്ള നിയമനങ്ങൾക്ക് അംഗീകാരം നൽകണം എന്നുള്ളതാണ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. അതോടെ കഴിഞ്ഞ 4 വർഷമായി NSS നടത്തിയ നിയമനങ്ങൾ ഭിന്നശേഷി തസ്തികയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ തുടർന്ന് സ്ഥിരപ്പെടുത്താൻ കഴിയാതെ ഈ അധ്യാപകരും അനധ്യാപകരും പ്രതിസന്ധിയിലായിരുന്നു. ഈ പ്രതിസന്ധിക്കാണ് ഈ ഉത്തരവോട് പരിഹാരമായിരിക്കുന്നത്. ഉന്മേഷ്, ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. കന്നഡ നടി രന്യ റാവു അറസ്റ്റിലായിരിക്കുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് 14.8 കിലോഗ്രാം സ്വർണം നടിയിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ്. ദുബായിൽ നിന്ന് വന്നിറങ്ങുമ്പോഴായിരുന്നു DRIയുടെ നടപടിയെന്നിപ്പോൾ അറിയിക്കുന്നുണ്ട് മുഹമ്മദ് റഹീസ്. വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം ഈ മാസം തന്നെ തുടങ്ങുമെന്ന റവന്യൂ മന്ത്രി കെ രാജൻ. 15 ദിവസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ 3ാം പട്ടികയിലും അപാകത ആരോപിച്ച് ആക്ഷൻ കൗൺസിലുകൾ രംഗത്തെത്തി. ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മെല്ലെപ്പോക്കെന്ന് ദുരന്തബാധിതർക്കിടയിൽ ആശങ്കയുള്ള സാഹചര്യത്തിലാണ് റവന്യൂ മന്ത്രി നേരിട്ടെത്തി നടപടികൾ വിശദീകരിച്ചത്. ഈ മാസം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. പ്രസിദ്ധീകരിക്കുന്നത് ദുരന്തബാധിതരുടെ പട്ടികയല്ല, ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരുടെ പട്ടികയാണ്. ഈ പട്ടികയിൽപ്പെട്ടാലേ സഹായം ലഭിക്കുമെന്ന് ആരും കരുതേണ്ടെന്നും റവന്യൂ മന്ത്രി. 15 ദിവസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ സമ്പൂർണ്ണമായി പൂർത്തീകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് നടപടികൾ ഈ ഘട്ടത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. മാർച്ച് മാസത്തിൽ തന്നെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. എന്നാൽ ദുരന്തബാധിതരുടെ പട്ടികയിൽ പരാതികൾ തുടരുകയാണ്. മുണ്ടക്കൈ പ്രദേശത്ത് പലരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. മുണ്ടക്കൈയിലെ ഭൂരിപക്ഷം നല്ലൊരു ശതമാനം ആളുകൾ അവിടെ തിരിച്ചുപോയി താമസിക്കേണ്ട അവസ്ഥ. അട്ടമല പ്രദേശത്തെ ആളുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതും അപൂർണമായ ലിസ്റ്റാണ്. എന്താണ് ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുന്നതെന്നറിയില്ല. ഈ 7 മാസം കഴിഞ്ഞു, ഇനി ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പോലും ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അങ്ങേറ്റം കഴിവുകേടാണെന്ന് തന്നെ പറയേണ്ടി വരും. മുണ്ടക്കൈയിൽ ഇനി ജനജീവിതം സാധ്യമല്ലെന്നും എല്ലാ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തണമെന്നും ജനകീയ സമിതിയും ആവശ്യപ്പെടുന്നു. ഈ ലിസ്റ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം ഞാൻ അംഗീകരിച്ചിട്ട് കാര്യമില്ല. ഒരാൾ ഒറ്റയ്ക്ക് അവിടെ നിർത്തിയിട്ട് പോകാൻ കഴിയില്ല. ആന, പുലി എല്ലാം ഉള്ള സ്ഥലം. അതുകൊണ്ട് ഈ ലിസ്റ്റ് അവരെ പരിപൂർണമാകണമെങ്കിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകണം. സഹായവും സ്പോൺസർഷിപ്പും വാഗ്ദാനം ചെയ്ത ഒരാൾക്കും സംശയങ്ങൾ വേണ്ടെന്നും അടുത്ത മാർച്ചിന് മുൻപ് ടൗൺഷിപ്പ് പൂർത്തിയാക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. 24 വയനാട്. വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് അനുമതി. സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയാണ് 25 വ്യവസ്ഥകളോടെ പദ്ധതിക്ക് അനുമതി നൽകിയത്. മറിപ്പുഴയിൽ നിന്ന് മീനാക്ഷി ബ്രിഡ്ജിലേക്ക് 8.173 കിലോമീറ്റർ ദൂരം, 2134 കോടി രൂപ നിർമ്മാണ ചെലവ്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. പരിസ്ഥിതി ലോല പ്രദേശത്തായതിനാൽ ഉചിതമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചാകും നിർമ്മാണം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് തുടർച്ചയായി നടത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യും.
സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിക്ക് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാമെന്ന് MLA ലിൻഡോ ജോസഫ്. നമ്മുടെ ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഡ്രീം പ്രൊജക്റ്റുകളിലൊന്നാണ്. വയനാട് ജില്ലയും കോഴിക്കോട് ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുക. നേരത്തെ ഉള്ള ഒരു ദുർഘടമായിട്ടുള്ള സ്ഥിതി നമുക്കറിയാം. നമ്മുടെ വയനാട് ചുരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ പ്രതിസന്ധി നമുക്കറിയാം. അതിനൊരു പരിഹാരം എന്ന നിലയിൽ കൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ് 2020 ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്ത് ആനക്കാമ്പൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്നൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് നടന്ന തുടർ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് എല്ലാ നടപടികളും പൂർത്തീകരിച്ച് 2024 ഒക്ടോബർ മാസം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചത്. അപ്പൻകാപ്പ് ആനത്താര സംരക്ഷിക്കുന്നതിന് 3.057 ഹെക്ടർ വനഭൂമി ഏറ്റെടുക്കും. വംശനാശ ഭീഷണി നേരിടുന്ന ബാണാസുര ചിലപ്പൻ പക്ഷിയുടെ സംരക്ഷണത്തിന് നിരീക്ഷണം നടത്തും. ഇരവഴിഞ്ഞിപ്പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടയാത്ത രീതിയിലാകും നിർമ്മാണം. ടണലിന്റെ ഉള്ളിലെ വായുവിന്റെ ഗുണനിലവാരം തുടർച്ചയായി നിരീക്ഷിക്കണമെന്ന നിബന്ധനയും സമിതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കുന്നംകുളം തെക്കേപ്പുറം മാക്കാലിക്കാവ് അമ്പലത്തിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു. കൊമ്പൻ തടഞ്ഞാവിള ശിവനാണ് ഇടഞ്ഞത്. ചമയം പൂരാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പിനായി എത്തിയ കൊമ്പനാണ് ഇടഞ്ഞത്. സൂരജ് സജി വിവരങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്ന് 6:40 കൂടിയാണ് ഈ ആന ഇടയുന്നത്. പിന്നീട് 1 മണിക്കൂറോളം നേരം ആന ഈ മേഖലയിൽ വലിയ രീതിയിൽ പരിഭ്രാന്തി പരത്തി എന്നുള്ളതാണ് പറയുന്നത്. എലിഫന്റ് സ്ക്വാഡും അതോടൊപ്പം തന്നെ ഈ ആനപ്പാപ്പാന്മാരും എല്ലാം ചേർന്നാണ് ആനയെ പിന്നീട് തളയ്ക്കുന്നത്. കുന്നംകുളം തെക്കേപ്പുറം ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച ആനയായിരുന്നു. അതിനിടയിലാണ് ഈ ആന ഇടയുന്നതും പിന്നീട് പരിഭ്രാന്തിപ്പെട്ടു പോകുന്നതും. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ മിണാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഊക്കൻസ് കുഞ്ചു എന്ന ആനയും ഇടഞ്ഞിരുന്നു. ആനയും 1 മണിക്കൂറിന് ശേഷമാണ് ഈ ആനയും തളയ്ക്കാനായത്. അങ്ങനെ ഇന്ന് 2 ഇടങ്ങളിലാണ് തൃശ്ശൂരിൽ ആന ഇടഞ്ഞത്. ഉന്മേഷ്, സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ആനയിടഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. തടത്താവിള ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കുന്നംകുളം തെക്കേപ്പുറം മാക്കാലിക്കാവ് ഉത്സവത്തിനിടെയായിരുന്നു ഈ ആന ഇടഞ്ഞത്. പൂരാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പിനായിട്ടാണ് കൊമ്പനാനയെ എത്തിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു. കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പൊതു താൽപര്യ ഹർജിയിലാണ് നടപടി. റാഗിംഗ് കേസുകളിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കെൽസ ആരോപിച്ചു. അടിയന്തരമായി നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാണ് കേരള ലീഗൽ സർവീസസ് അതോറിറ്റി റാഗിംഗ് വിഷയത്തിൽ പൊതു താൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമല്ല എന്നതിന്റെ തെളിവാണ് സമീപകാല സംഭവങ്ങളെന്ന് കെൽസ ചൂണ്ടിക്കാട്ടി. അതിനാൽ റാഗിംഗ് തടയാൻ സംസ്ഥാന ജില്ലാതല നിരീക്ഷണ സമിതികൾ രൂപീകരിക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. സ്കൂളുകളിൽ റാഗിംഗ് വിരുദ്ധ സ്ക്വാഡുകൾ രൂപീകരിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ എന്നിവ സംസ്ഥാനതല നിരീക്ഷക സമിതി മുമ്പാകെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണം. ഹൈക്കോടതി ഇക്കാര്യം നിർബന്ധമാക്കി നിർദ്ദേശം നൽകണമെന്നും ഹർജിയിലുണ്ട്. റാഗിംഗ് കേസുകളിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ലെന്നും കെൽസ ആരോപിച്ചു. മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളും പൊതുജനങ്ങളിൽ എത്തിക്കാൻ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ആരംഭിക്കണം. ഇതുവഴി റാഗിങ്ങിനെ പ്രതിരോധിക്കാൻ സാമൂഹിക പങ്കാളിത്തം വളർത്തുന്നതിന് സർക്കാർ നടപടികൾ കൈക്കൊള്ളണമെന്നും കെൽസ ആവശ്യപ്പെട്ടു. വിഷയം പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. കെൽസയുടെ ഹർജി നാളെ പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. 24 കൊച്ചി. തൃശൂർ അതിരപ്പള്ളിയിൽ കാലിന് പരിക്കേറ്റ കാട്ടാന ഏഴാറ്റുമുഖം ഗണപതിക്ക് നിരീക്ഷണം ഏർപ്പെടുത്തി വനംവകുപ്പ്. പരിക്കേറ്റ ആനയുടെ ദൃശ്യം 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടി. കണ്ണൂർ കണ്ടേരിയിൽ മുള്ളൽപന്നി ആക്രമണത്തിൽ +1 വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. കാലിനു പരിക്കേറ്റ ഏഴാറ്റുമുഖം ഗണപതിയുടെ ദൃശ്യങ്ങൾ ഇന്നലെ 24 പുറത്തുവിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ആനയെ വനംവകുപ്പ് നിരീക്ഷിച്ചത്. കാലുളുക്കിയതോ മുറിവേറ്റതോ ആകാമെന്ന് പ്രാഥമിക വിലയിരുത്തൽ. വനംവകുപ്പിന്റെ നിരീക്ഷണത്തിന് പുറത്തായ ആനയെ കണ്ടെത്തിയാൽ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. ചൊക്കനയിൽ ലയത്തിന് സമീപത്തെ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ തോട്ടം തൊഴിലാളികൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. അതിനിടെ മൂന്നാർ ഗൂഡാർവിള സ്കൂളിന് സമീപം കാട്ടാനക്കൂട്ടമെത്തി. SSLC പരീക്ഷ നടക്കുന്ന സമയത്തും കാട്ടാനക്കൂട്ടം സ്കൂളിനടുത്ത് എത്തിയിരുന്നു. കാട്ടാനക്കൂട്ടത്തോടൊപ്പം പടയപ്പയും മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ മുള്ളൻ പന്നി ആക്രമണത്തിൽ +1 വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. കണ്ടേരി സ്വദേശി മുഹമ്മദ് ഷാദിലിന്റെ ശരീരത്തിൽ 12 മുള്ളുകളാണ് തറച്ചത്. വയനാട് വൈത്തിരി ലക്കിടിയിൽ ദേശീയപാതയിൽ കാട്ടുപോത്തിറങ്ങി. ഏറെ നേരം നിലയുറപ്പിച്ച ശേഷം കാട്ടുപോത്ത് വനമേഖലയിലേക്ക് കയറിപ്പോയി.
വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. രാഷ്ട്രീയത്തിലിറങ്ങാൻ ഒരുങ്ങി കാസ. ദേശീയ പാർട്ടി രൂപീകരിക്കാനുള്ള പഠനങ്ങൾ നടത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനും മറ്റിടങ്ങളിൽ BJPക്ക് പിന്തുണ നൽകാനുമാണ് ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസസ് ഫോർ സോഷ്യൽ ആക്ഷന്റെ ആലോചന. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കവെയാണ് കാസ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള നീക്കം വേഗത്തിലാക്കിയത്. ദേശീയതയിലൂന്നി തീവ്ര വലത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനാണ് തീരുമാനം. ഇതിനു മുന്നോടിയായി വിശദമായ പഠനങ്ങളും നടന്നു വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുള്ള ഇടങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തും, മറ്റിടങ്ങളിൽ BJP സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കും. ക്രൈസ്തവരായ യുവതി യുവാക്കളെ സ്ഥാനാർത്ഥികളാക്കി മത്സരിപ്പിക്കാനാണ് നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി രൂപീകരിച്ചേക്കുമെന്നാണ് വിവരം. ക്രൈസ്തവ പാർട്ടി എന്നറിയപ്പെടുന്ന കേരള കോൺഗ്രസുകൾ കാര്യമായൊന്നും ചെയ്യുന്നില്ലെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ കാസയെ പ്രേരിപ്പിച്ചത്. പാർട്ടി രൂപീകരണത്തിന് മുന്നോടിയായി 120 മണ്ഡലങ്ങളിലും കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. 24 കോട്ടയം. ഇപ്പോൾ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വരുന്നത്. ആശാവർക്കർമാരുടെ വേതനം മുടങ്ങുന്നത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ വിമർശനം വരുന്നു. 938.80 കോടി രൂപ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. അനുവദിച്ച തുകയേക്കാൾ കൂടുതലാണ് ഇത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം വരുന്നത്. കേരളത്തോട് ഒരു അവഗണനയും കാണിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരായ പരാമർശത്തിൽ ഉറച്ച് AICC വക്താവ് ഷമാ മുഹമ്മദ്. പരാമർശത്തിൽ മാപ്പ് പറയില്ല, ആരെയെങ്കിലും വേദനിപ്പിച്ചുവെങ്കിൽ ഖേദിക്കുന്നുവെന്നും ഷമാ മുഹമ്മദ് 24നോട് പറഞ്ഞു. വിമർശനങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ഫിറ്റ് ഇന്ത്യ പ്രചാരണം ചൂണ്ടിക്കാണിച്ചാണ് ഷമാ മുഹമ്മദിന്റെ മറുപടി. ക്രിക്കറ്റ് കാണുന്നതിനിടെയായിരുന്നു തന്റെ പോസ്റ്റെന്നും ഒരു കായിക താരത്തിന്റെ ആരോഗ്യത്തെപ്പറ്റിയാണ് പറഞ്ഞതെന്നും ഷമാ മുഹമ്മദ് വിശദീകരിക്കുന്നു. തെറ്റ് ചെയ്തിട്ടില്ലെന്നും അതിനാൽ ക്ഷമ പറയില്ലെന്നും ഷമാ മുഹമ്മദ് 24നോട് പറഞ്ഞു. ഞാൻ രോഹിത് ശർമ്മയുടെ ഇത് കണ്ടതിന് വെച്ചാൽ കുറച്ച് തടിയുണ്ടല്ലോ അങ്ങനെ ട്വീറ്റ് ചെയ്തതാ, വേറൊന്നുമല്ല. അപ്പം അതിന് അദ്ദേഹത്തിന് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ യെസ് ഐ ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. ജീവിതത്തിൽ അങ്ങനെ ക്ഷമ ചോദിക്കൂല, ഞാൻ അങ്ങനത്തെ ആളുമല്ല. അങ്ങനെ തെറ്റ് ചെയ്താൽ മാത്രം ക്ഷമ ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ ചോദിക്കൂല. ഞാൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല. ഷമയുടെ പരാമർശത്തെ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിമർശിച്ചിരുന്നു. ശരീരത്തിന്റെ വലിപ്പത്തിലല്ല, ടീമിനായി സ്കോർ നേടുന്നതിലാണ് കാര്യമെന്നായിരുന്നു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുനിൽ ഗവാസ്കറിന്റെ പ്രതികരണം. പരാമർശത്തിന് നേരെ ഉയർന്ന വിമർശനങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ഫിറ്റ് ഇന്ത്യ പ്രചരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഷമയുടെ മറുപടി. ഞാൻ ഒരാൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളൂ, ഒരു ഫിറ്റ്നസിന്റെ ഇഷ്യൂ. ഇപ്പം നമുക്കിപ്പോൾ ഫിറ്റ് ഇന്ത്യ ഉണ്ട്, കറക്റ്റ് അല്ലേ? പ്രധാനമന്ത്രിയുടെ ഫിറ്റ് ഇന്ത്യ ഉണ്ടല്ലോ, അതും ഇവിടുത്തെ ഇതിനെപ്പറ്റിയല്ല സംസാരിക്കുന്നത്. ആ ഇതിൽ ഞങ്ങൾ പറയുന്നതല്ലേ. ഒരു കായിക താരം ഫിറ്റായിരിക്കണമെന്ന് പറഞ്ഞത് പാർട്ടി നിലപാടല്ലെന്നും തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഷമാ മുഹമ്മദ് വ്യക്തമാക്കി. വിനീത VG 24 ഡൽഹി. KSRTC ജീവനക്കാർക്ക് ഇനി മുതൽ 1-ാം തീയതി ശമ്പളം ലഭിക്കും. ഫെബ്രുവരിയിലെ ശമ്പളം ഇന്ന് തന്നെ ലഭിക്കും. കുടിശ്ശിക തീർത്ത് SP-യുടെ ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് ശമ്പളം കൃത്യമായി നൽകാനുള്ള പദ്ധതി നടപ്പാക്കുന്നത്. KSRTC ജീവനക്കാർക്ക് ഇന്നു മുതൽ ശമ്പളം 1-ാം തീയതി കൊടുക്കാൻ തുടങ്ങിയാണ്. KSRTC ജീവനക്കാരുടെ ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ഇനി മുതൽ എല്ലാ മാസവും 1-ാം തീയതി അക്കൗണ്ടുകളിൽ ശമ്പളം വരും. 80 കോടി രൂപയാണ് ശമ്പളം പൂർണ്ണമായി നൽകാൻ ആവശ്യം. 100 കോടി രൂപ SBI 1-ാം തീയതി ശമ്പളം നൽകാവുന്ന രീതിയിൽ ഓവർ ഡ്രാഫ്റ്റ് നൽകും. 50 കോടി രൂപ എല്ലാ മാസവും സർക്കാർ ശമ്പളത്തിനായി അനുവദിക്കും. ഈ തുക ഉപയോഗിച്ച് 2 ഗഡുക്കളായി ഓവർ ഡ്രാഫ്റ്റായി എടുത്ത വായ്പ തിരികെ അടയ്ക്കും. ബാക്കി തുക KSRTC വരുമാനത്തിൽ നിന്ന് അതാത് മാസം തന്നെ അടച്ചു തീർക്കും. 10.8% ഓവർ ഡ്രാഫ്റ്റിന് പലിശ. കൂടുതൽ പലിശ നൽകാത്ത രീതിയിൽ വേഗത്തിൽ എല്ലാ മാസവും 100 കോടി രൂപ തീർക്കും. ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ കുടിശ്ശിക ഉണ്ടായിരുന്നതും നൽകി തുടങ്ങി. ഇനി മുതൽ ദിവസ വരുമാനത്തിൽ 5% വിരമിക്കൽ ആനുകൂല്യത്തിനായി മാറ്റിവെക്കും. കടം വാങ്ങിയാണ് ശമ്പളം നൽകുന്നതെന്ന് എല്ലാ ജീവനക്കാരും ഓർക്കണമെന്നും നാളെ ശമ്പള പരിഷ്കരണ ആവശ്യവുമായി വരരുതെന്നും ഗതാഗത മന്ത്രി ഓർമ്മിപ്പിച്ചു. 24 തിരുവനന്തപുരം. ആശാ വർക്കർമാരുടെ വേതനം മുടങ്ങുന്നത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് എന്ന് കേന്ദ്ര സർക്കാർ. 938.80 കോടി രൂപ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. അനുവദിച്ച തുകയേക്കാൾ കൂടുതലാണിത്. ബജറ്റ് വിഹിതത്തിന് പുറമെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 120 കോടി കേരളത്തിന് അധികമായി അനുവദിച്ചു എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. വിനീത VG വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നിപ്പോൾ. വിനീത, ഈ കേന്ദ്ര സർക്കാർ നൽകാനുള്ള ഫണ്ട് അതിനെ ഉയർത്തിക്കാണിച്ച് കേരള സർക്കാർ ഇക്കാര്യത്തിൽ കേന്ദ്രം നിസ്സംഗത പുലർത്തുന്നു എന്നുള്ള വിമർശനം ഉന്നയിക്കുമ്പോഴാണല്ലോ ഈ വിശദീകരണം വരുന്നത്. വിനീത,
തീർച്ചയായും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം ആരോപണങ്ങൾക്കിടെയാണ് ഇപ്പോൾ കേന്ദ്രം വിശദീകരണം പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നൽകിയ ഒരു വിശദീകരണ കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് ആശാ വർക്കർമാരുടെ വേതനം മുടങ്ങുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതിൽ 938.80 കോടി രൂപ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഈ അനുവദിച്ച തുകയേക്കാൾ കൂടുതലാണിതെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണത്തിൽ പറയുന്നത്. ബജറ്റ് വിഹിതത്തിന് പുറമെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 120 കോടി രൂപ കേരളത്തിന് അധികമായി അനുവദിച്ചുവെന്നും കേന്ദ്ര സർക്കാർ ഈ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ കേരളത്തോട് ഒരു തരത്തിലും അവഗണന കാണിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ ഈ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുകയാണ്. ശരി വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ആശാ വർക്കേഴ്സിന്റെ സമരം നിയമസഭയിൽ ഉയർത്തി ആരോഗ്യമന്ത്രിയെയും സർക്കാരിനെയും കടന്നാക്രമിച്ച് പ്രതിപക്ഷം. കേന്ദ്ര സർക്കാരാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവർത്തിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ സ്പീക്കർ ഇടപെട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കം ബഹളത്തിൽ കലാശിച്ചു. ഒരു സമ്മേളനത്തിൽ ചർച്ച ചെയ്ത ഒരു സംഗതിയെപ്പറ്റിയുള്ള ചർച്ച ആ പ്രമേയം വഴി പുനരാരംഭിക്കാൻ പാടില്ല. സബ്മിഷനായി നിയമസഭയിൽ വന്ന വിഷയം വീണ്ടും കൊണ്ടുവരുന്നത് ചട്ടലംഘനമെന്ന് സർക്കാർ ആദ്യം തന്നെ പ്രതിരോധം തീർത്തിരുന്നു. എന്നാൽ പ്രമേയ അവതാരകനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടതു നേതാക്കൾ സമരക്കാരെ ആക്ഷേപിച്ചത് ആയുധമാക്കി. നിങ്ങൾ അവരെ ക്രിമികീടങ്ങളെന്ന് വിളിച്ചില്ലേ? നിങ്ങൾ അവർ ഈർക്കൽ പാർട്ടികളെന്ന് വിളിച്ചില്ലേ? നിങ്ങൾ അവരെ ബക്കറ്റ് പിരിവാർന്ന് വിളിച്ചില്ലേ? സമരക്കാരോട് സർക്കാരിന് അനുഭാവപൂർവമായ നിലപാടെന്ന് മന്ത്രി വീണ ജോർജ്. SUCIയുടെ നാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയെന്നും മന്ത്രി. SUCIയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഒരു ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗം നടത്തുന്നതിനിടെ സ്പീക്കറുടെ ഇടപെടൽ. ഇതോടെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേർന്ന് നോക്കിയിട്ട് കാര്യമില്ല. സമ്മതിക്കുന്നില്ല, പിന്നെ വേറെ വഴിയൊന്നുമില്ല, അടുത്ത ബിസിനസ് വഴി പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ബാനറും പ്ലക്കാർഡും ഉയർത്തി സ്പീക്കറുടെ മുഖമറച്ച് പ്രതിഷേധിച്ചതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. മാർച്ച് 18-ന് വീണ്ടും സഭ ചേരും. 24 തിരുവനന്തപുരം. എറണാകുളത്ത് നിന്ന് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. എറണാകുളം മാർക്കറ്റിന്റെ ഫ്യൂസൂരി കുടിശ്ശിക ഉള്ളതുകൊണ്ടാണ് KSEBയുടെ നടപടി. ഡിസംബർ 11-നാണ് നവീകരിച്ച മാർക്കറ്റിന്റെ ഉദ്ഘാടനം നടന്നത്. YS അഭിനന്ദുണ്ട് കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, വിവരങ്ങൾ. ഉന്മേഷ്, എറണാകുളം മാർക്കറ്റിലെ കോമൺ സ്പേസിന്റെ ഫ്യൂസ് ആണ് നിലവിൽ ഇപ്പോൾ ഊരിയിടുന്നത്. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് KSEB ഉദ്യോഗസ്ഥർ നേരിട്ട് തന്നെ എത്തി ഫ്യൂസ് ഊരിയ നടപടിയിലേക്ക് കടന്നത്. 6 ലക്ഷം രൂപയാണ് കുടിശ്ശികയായി ഇനി KSEBക്ക് എറണാകുളം മാർക്കറ്റ് നൽകാനുള്ളത്. കഴിഞ്ഞ ഡിസംബർ 11-നായിരുന്നു മുഖ്യമന്ത്രി നവീകരിച്ച എറണാകുളം മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത്. അത് വലിയൊരു കോർപ്പറേഷനെ സംബന്ധിച്ചോടെ ഒരു വലിയ നാഴികക്കല്ലായി എടുത്ത് കാണിക്കുകയും ചെയ്തായിരുന്നു. പക്ഷേ കോർപ്പറേഷന് കൃത്യമായി തന്നെ KSEB ബില്ല് അടയ്ക്കുവാൻ സാധിച്ചില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് വൈകിട്ടോടു കൂടി KSEB ഇത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് കടന്നത്. 6 ലക്ഷം രൂപയാണ് കോമൺ സ്പേസിന് ഇനി നൽകാനുള്ളത്. 213 കടകളാണ് മുഴുവനായി ഈ മാർക്കറ്റിന് മുഴുവനായിട്ടുമുള്ളത്. ആ 213 മാർക്കറ്റിലെ കടകൾ വെവ്വേറെയായിട്ടാണ് പൈസ KSEBക്ക് നൽകാറുള്ളത്. പക്ഷേ ഈ കോമൺ സ്പേസിൽ, അതായത് പ്രധാനമായിട്ട് ഈ കവാടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈ നടപ്പാത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ലൈറ്റുകളാണ് ഇപ്പോൾ KSEB ഫ്യൂസ് ഊരിയ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇല്ലാണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായത്. ഇവിടെ ഈ സമയത്തുണ്ടായിരുന്ന ആളുകളോട് തന്നെ ചോദിക്കും, എപ്പോഴായിരുന്നു ഈ ഫ്യൂസ് ഊരുന്നത്? ഞാനിപ്പോൾ ഒരു 7 മണിയാകുമ്പോൾ വന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഊരിട്ടാവും. പിന്നെ ഞങ്ങളൊരു 3 മണിയാകുമ്പോൾ രാത്രി ഒരു 5-8 ലോഡ് പച്ചക്കറി വരും. കുറേ തൊഴിലാളി 100 തൊഴിലാളികളിലൂടെ കിടന്ന് കഷ്ടപ്പെടുന്നതാണ്. നേരത്തെ ഫ്യൂസ് ഊരുമെന്ന് KSEB നേരത്തെ അറിയിച്ചിരുന്നു? അതറിയില്ല കേട്ടാ. ഇത് കാശ് ഇപ്പോൾ 6,70,000 രൂപ അടച്ചിട്ടുണ്ടെന്ന് പറയും. ഇവിടെ ആരോ ഏൽപ്പിച്ചിട്ടുണ്ട്, കോർപ്പറേഷൻ്റെ അല്ല, വേറെ എന്തോ ഒരു കോൺട്രാക്ടർ ആരോ ഉണ്ടെന്ന്. അവരുടെ കാശ് ഏൽപ്പിക്കും. മുഴുവനും ഇപ്പോൾ ഇരുട്ടിലായി. മുഴുവൻ തന്നെ പകുതി പ്രദേശം അതിൻ്റെ അകത്തൊക്കെ തന്നെ ഒന്ന് കയറി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് ഉന്മേഷിയുടെ കടകളിലെ ലൈറ്റുകൾക്കോ അല്ലെങ്കിൽ വൈദ്യുതിക്ക് പ്രശ്നമില്ല. പക്ഷേ കോമൺ സ്പേസിലാണ് അല്ലെങ്കിൽ നടപ്പാതയിലും മറ്റു ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ ഇരുട്ടിലായിരിക്കുന്നത്. 6,70,000 രൂപയാണ് കോർപ്പറേഷന് KSEBക്ക് അടയ്ക്കാനുള്ളത്. നാളത്തോടുകൂടി അത് അടയ്ക്കുമെന്നാണ് ഇപ്പോൾ കൗൺസിലേഴ്സും നഗരസഭ അധികൃതരും വ്യക്തമാക്കുന്നത്. എന്തായാലും നാളെയോടുകൂടി എറണാകുളം മാർക്കറ്റിലെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായത്. YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രഞ്ജി ട്രോഫി റണ്ണേഴ്സ് അപ്പായ കേരള ടീമിന് സംസ്ഥാന സർക്കാരിന്റെ ആദരം.
മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും ഉൾപ്പെടെ പങ്കെടുത്ത പ്രൗഢഗംഭീര ചടങ്ങിലായിരുന്നു സച്ചിൻ ബേബിക്കും സംഘത്തിനും ആദരമൊരുക്കിയത്. കായിക താരങ്ങൾ ലഹരിക്കെതിരായ പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കണമെന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആഹ്വാനം ചെയ്തു. ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫിയുടെ ഫൈനലിലെത്തിയ കേരള ടീമിന് സംസ്ഥാന സർക്കാരിന്റെ സ്നേഹാദരം. വിമാനത്താവളത്തിലും KCA ആസ്ഥാനത്തും ഇന്നലെ ലഭിച്ച പ്രൗഢഗംഭീരമായ സ്വീകരണത്തിന് പിന്നാലെയായിരുന്നു സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ആദരവ്. റണ്ണേഴ്സ് അപ്പ് കപ്പ് മുഖ്യമന്ത്രിക്ക് കൈമാറി ക്യാപ്റ്റൻ സച്ചിൻ ബേബി. കേരള ടീമിനെയും അസോസിയേഷനെയും മുഖ്യമന്ത്രി പ്രശംസ കൊണ്ട് മൂടി. ലഹരിയെ ചെറുക്കാൻ കായിക മേഖല ചുക്കാൻ പിടിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമുള്ള മനസ്സും ശരീരവും വാർത്തെടുക്കാൻ നമ്മുടെ യുവതലമുറയെ പ്രാപ്തരാക്കുന്നതിനും ലഹരി പോലെയുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനും എല്ലാവർക്കും കഴിയണം. ലഹരിക്കെതിരായ പോരാട്ടത്തിന് കായിക താരങ്ങൾ മാതൃകയാകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ പറഞ്ഞതുപോലെ നമ്മളൊരു വലിയ പോരാട്ടം തുടങ്ങിയാണ്. കേരളത്തിൻ്റെ യുവത്വത്തെ ലഹരി കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അതിന് മറുപടി പറയേണ്ടത് കായിക മേഖലയാണ്. അതിന് ഉത്തരം കൊടുക്കേണ്ടത് കായിക മേഖലയാണ്. നിങ്ങളാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മാതൃകയായി മാറേണ്ടത്. ഒട്ടും വൈകാതെ രഞ്ജി കിരീടം കേരളത്തിലേക്ക് എത്തിക്കുമെന്ന മറുപടി പ്രസംഗത്തിൽ ക്യാപ്റ്റൻ സച്ചിൻ ബേബി വാക്ക് നൽകി. കേരളത്തിന്റെ അണ്ടർ-14, അണ്ടർ-16 ടീം അംഗങ്ങളും ചടങ്ങിന്റെ ഭാഗമായി. വിജയിച്ച ടീമിന് 4.5 കോടി രൂപ KCA പാരിതോഷികം പ്രഖ്യാപിച്ചു. 24 തിരുവനന്തപുരം. പാർട്ടി മെമ്പർമാരിൽ മദ്യപിക്കുന്നവരും പുകവലിക്കുന്നവരും ഒന്നും ഉണ്ടാകാൻ പാടില്ലെന്നും അങ്ങനെ ഉണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. എന്നാൽ കള്ള് ഇളനീരിനേക്കാൾ നല്ല പാനീയമാണെന്ന മറ്റൊരു നിലപാടിലാണ് EP ജയരാജൻ. മദ്യനയത്തിന്റെ പേരിൽ എത്ര മദ്യനിർമ്മാണശാലകൾ വന്നാലും പാർട്ടി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് ആരെല്ലാം? എം അഫ്സൽ തയ്യാറാക്കിയ വാൽകഷ്ണത്തിലേക്ക്. ആ ഷാപ്പ് കണ്ട് ഈ ഷാപ്പ് കണ്ട് പറയുന്നില്ല ഒരാൾ ഉണ്ടോ? എന്താന്നല്ലേ, CPIMന്റെ മെമ്പർമാരെ ആരെങ്കിലും ആ ഷാപ്പിൽ കണ്ടു ഈ ഷാപ്പിൽ കണ്ടു എന്നൊന്നും പറയൂലാന്ന്. കാരണം CPIMന്റെ മെമ്പർമാർക്ക് ആ പരിപാടി ഇല്ലാന്ന്. പ്രകൃതി തരുന്ന ഒരു ലിക്വിഡായിരുന്നു അത്. ഓരോന്നിനും ഒരുപോലെ അല്ലല്ലോ. അല്ല, ഓരോരുത്തരും ഒരേപോലെയല്ല. പക്ഷെ EP പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ചോദിക്കുന്നത് തെറ്റ്, പറയുന്നത് തെറ്റ്. ഇതിനാ പിന്നെ അങ്ങനെ ചോദിച്ചു ഉത്തരം പറയേണ്ട കാര്യം? ചോദ്യവും പറച്ചിലൊന്നും വേണ്ട, ഞങ്ങൾ പറയും. കുടിയും വലിയൊന്നും ആർക്കും ഇല്ല എന്ന് ഉറപ്പാണല്ലോ അല്ലെ? മദ്യപിക്കുന്നില്ല, മദ്യപിക്കൂല, സിഗരറ്റ് വലിക്കില്ല, അങ്ങനെ വലിക്കാൻ പാടില്ല എന്ന ദാർശനികമായ ധാരണയിൽ നിന്ന് വന്നവരാ ഞങ്ങളെല്ലാം. അത് പ്രശ്നമാക്കണ്ട മാഷെ, ഇടക്കൊക്കെ അല്ലേ നമ്പർ 1. അപ്പൊ മാഷെ, മെമ്പർമാർക്ക് എല്ലാവർക്കും നമുക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കല്ലേ? ആർക്കും ഇത്തരം പരിപാടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഭരണഘടനാപരമായിട്ട് തന്നെ പറഞ്ഞാലും മദ്യപിക്കാൻ പാടില്ല. ഏതെങ്കിലും മദ്യപിക്കുന്നത് നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ അപ്പോ പുറത്താക്കും. അപ്പൊ മെമ്പർമാരെ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ മാഷ്ക്ക് പറഞ്ഞു കൊടുക്കുക. മാഷ് അപ്പൊ തന്നെ ഓരോ പുറത്താക്കും. അതൊരൊറ്റപ്പെട്ട സംഭവമാണ്, അതാരും അത്ര ഇഷ്യൂ ആക്കണ്ട. അതൊരു സാധാരണഗതിയിൽ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ളതാണ് ഈ കള്ള്. ഇതുപോലൊരു സാധനമുണ്ടോ ഇനി ഇന്നീ ഭൂലോകത്ത്? ഉണ്ടാകാൻ ഒരു തരമില്ല, കള്ളിനും മുകളൊന്നില്ല. ഈ നീര് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു പോഷകാഹാരം തന്നെയായിരുന്നു. അപ്പൊ മരുന്നിന്റെ ആവശ്യത്തിന് ഒരു തേരൊക്കെ കുടിക്കാന്നില്ലേ? അങ്ങനെ പാർട്ടി അനുവദിക്കണുണ്ടോ മാഷെ? ഭരണഘടനാപരമായിട്ട് തന്നെ പറഞ്ഞാലും മദ്യപിക്കാൻ പാടില്ല. അതായത് മരുന്നിന് പോലും ഒരു തുള്ളി കുടിക്കാൻ പാടില്ല എന്നാണ് പാർട്ടി നിലപാട്. അപ്പൊ ആ പൊതുബോധം രൂപപ്പെടുത്താനുള്ള ഫലപ്രദമായ ഇടപെടലാണ്. ചർച്ച തുടങ്ങിയല്ലോ, EP ജയരാജൻ തുടങ്ങിയല്ലോ. തെങ്ങിൽ നിന്നെടുക്കുന്ന ഇളങ്കള്ള്, ഇളനീരിനേക്കാളും ഔഷധ വീര്യമുള്ളതാണ്. വീട്ടിന്റെ മുറ്റത്തുള്ള തെങ്ങ് ചെത്തി അതിൽ നിന്ന് എടുക്കുന്ന ഈ കള്ള് എന്ന് പറയുന്ന ഈ നീർ, അത് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കും. ഇന്നത്തെ ഗ്ലൂക്കോസിനേക്കാളും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രകൃതി തരുന്ന ഒരു ലിക്വിഡായിരുന്നത്. അപ്പോൾ മദ്യപാനത്തെ അതിശക്തിയായിട്ട് എതിർക്കുക, സംഘടനാപരമായ പ്രശ്നമാക്കിയിട്ട് നടപടിയെടുത്ത് പുറത്താക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ തിരുത്തിക്കുക. ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിക്കും. പക്ഷെ EP പറയണത് കേട്ടില്ലേ, ഇളനീരിനേക്കാളും നല്ല സാധനം അത്ര. ഇത് ഇളനീരിനേക്കാളും ഔഷധ വീര്യമുള്ളതാണ്. ജയരാജൻ സഖാവേ, മാഷ് പറയണത് ഇതൊന്നും പറ്റൂല എന്നാണ്. ആ പാനീയം കുടിച്ചാൽ
നമ്മുടെ ഇന്ന് നമ്മൾ ബെഡ് കോഫി ബെഡ് ടീ കഴിക്കുന്നതിനേക്കാളും ആ പാനീയം ഗുണകരമാണ്. മാഷെ മൂപ്പര് പറയണതേ പണ്ടത്തെ കാര്യങ്ങളാണ്. അതെല്ലാം ഉണ്ടാവും, അതൊക്കെ കൂടി ചേർന്നതാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ധാരണ ഉണ്ടാവേണ്ടിയാണ് കുട്ടികൾക്ക്, അതില്ലാതാക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ പാർട്ടിയിൽ കള്ളും മദ്യമൊക്കെ ആർക്കാണ് ഔഷധം, ആർക്കാണ് അയിത്തെന്നൊക്കെ കൂലങ്കഷമായ ചർച്ചയ്ക്ക് ശേഷം പ്രസ്താവന ഇറക്കുന്നതാണ്. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിലേക്ക് എത്താൻ പോകുന്നു. ഓസ്ട്രേലിയക്കെതിരെ വിജയത്തിലേക്ക് എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇതോടെ പ്രൈം ടൈം പൂർത്തിയാവുകയാണ്. നമസ്കാരം.